എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനി ജയ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു സംഭവം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാറിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച 2 പേർ പിടിയിൽ. പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട യുവാക്കളാണ് വിദ്യാർത്ഥിനികളെ ലോഡ്ജിൽ എത്തിച്ച് 2 ദിവസം പീഡിപ്പിച്ച് +2 പഠിച്ച 2 പെൺപിള്ളേർ അവധിക്ക് വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് കള്ളം പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലാണോ അതോ ഫേസ്ബുക്കിലെവിടെയോ ഉള്ള ഒരു പിള്ളേരെ പരിചയപ്പെടുന്നു. അവരെ കാണാൻ വേണ്ടി അവര് വിളിച്ച സ്ഥലത്ത് പോയിരിക്കുകയാണ്. ഇത്രയ്ക്ക് നമ്മുടെ നാട് അതം പതിച്ചു പോയി എന്ന് തന്നെ പറയണം, പറയാതിരിക്കാനും കഴിയില്ല. ഇവളുമാര് എന്ത് കണ്ടിട്ടാണ് ഓടിപ്പോയത്? എന്നിട്ടിപ്പോ വാർത്ത വന്നിരിക്കുന്നത് ഇവരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പറയും പെൺപിള്ളേരുടെ ഭാഗത്താണ് തെറ്റെന്ന്. എല്ലാ കുറ്റവും ആൺപിള്ളേരെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന നല്ലത് തന്നെ, നല്ല സുഹൃത്തുക്കൾ നമുക്ക് വേണം. അവന്മാര് വിളിക്കുന്നിടത്ത് പോകാൻ വേണ്ടി ഈ പെമ്പിളർ ഇത്ര അതമ്പതിച്ചു പോയോ? നമ്മുടെ നാട് എങ്ങോട്ടാണ്? കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കടമ കഴിഞ്ഞു എന്നാണോ? അവരെവിടെയാണ് പോകുന്നത്, അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കടമയുണ്ട്. അത് എത്ര മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് നമുക്കൊരു ശരിക്കുള്ള ഉത്തരമില്ല. പക്ഷേ ഇവിടെ ഈ പെമ്പിള്ളാര് പോയി നല്ല അടിച്ചു പൊളിച്ച് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അവരെ പീഡിപ്പിച്ചു. അവന്മാര് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് നിങ്ങളെ പീഡിപ്പിച്ചെങ്കിൽ ഓക്കെ, ശരി. കുഞ്ഞു കുട്ടികളെ നമ്മള് കൊണ്ടുപോയി എടുത്തോണ്ട് പോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിനും ശരി, നമുക്ക് ശരി വെക്കാം. +2 പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ 10-17 വയസ്സുണ്ട്, ചിലത് 18 വയസ്സായതുമുണ്ട്. ഇവളുമാർക്ക് ഇത്രയ്ക്ക് ബോധമില്ലാതെയാണോ ഇരിക്കുന്നത്? ഏവനെങ്കിലും വിളിച്ചാൽ പോകാൻ വേണ്ടി ഇത്രയ്ക്ക് പാഴ്ജന്മങ്ങൾ. ഇവിടെ ആരെയാണ് കുറ്റം പറയേണ്ടത്? ആർക്കൊക്കെ ശിക്ഷ കൊടുക്കണം? ശരിക്കും ഈ പെമ്പിള്ളേരുടെ ഫോട്ടോസ് കൂടെ വരണം. ആ പിള്ളേരുടെയും പെമ്പിള്ളേരുടെയും ഫോട്ടോ കൊടുത്ത് തന്നെ ശരിക്കും ഇവരെ സോഷ്യൽ മീഡിയയിൽ കലക്കേണ്ടത്. കാരണം ഇത് കണ്ടിട്ടെങ്കിലും അടുത്ത പെമ്പിള്ളേർ ഇത് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ അതമ്പതിച്ചു പോയിരിക്കുന്ന പെമ്പിള്ളേർ തന്നെയാണ്. ചെന്നങ്ങ് പോയി നിന്ന് കൊടുത്തിട്ട് പിന്നെ അതൊരു പീഡനമായി മാറും. ബാക്കിയുള്ളവരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവരെ ചോര നീരാക്കി ഇവളുമാരെ ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കും. ഇവളുമാരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയും ഇറങ്ങി നടക്കുന്ന 1000 പെമ്പിള്ളേരെ നമുക്ക് ഈ എറണാകുളം ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തും എല്ലായിടവും നമുക്ക് കാണാൻ പറ്റും. എത്ര വീഡിയോകളാണ് ഓരോ ബ്ലോഗേഴ്സ് ചെയ്തിടുന്നത്. രാത്രിയിൽ അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു, കുടിച്ചു പെടുത്ത് കിടക്കുന്ന കാര്യങ്ങൾ. നമ്മളൊന്ന് ഓർക്കേണ്ടത്, നമ്മുടെ മക്കളെ അങ്ങ് വേണ്ടാതെ കളഞ്ഞിരിക്കുന്നതല്ല. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മക്കൾ പോകുന്ന വഴിയിൽ ഒന്ന് അന്വേഷിക്കേണ്ടത് നല്ലത് തന്നെ. എവിടെ മാതാപിതാക്കൾക്കൊന്നും സമയമില്ലല്ലോ. ഓരോ മൊബൈലും കുത്തിപ്പിടിച്ച് അവര് നടക്കും. അവര് വേറെ വല്ലവരെയും വിളിച്ച് ചാറ്റിക്കൊണ്ട് നടക്കും. ഇതാണിന്ന് നടക്കുന്നത്. എല്ലാം വേണം ആവശ്യത്തിന്. അധികമാകുമ്പോഴാണ് ഇതുപോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പിള്ളേരെ ന്യായീകരിച്ചിട്ടാണോ? ഈ പെമ്പിള്ളേർ എന്തിനു ന്യായീകരിക്കണം? അതെന്റെ മക്കളായിരുന്നാലും തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണ്. അറിവില്ലാത്തവരല്ലല്ലോ. നമുക്ക് കൂടരുതെന്നല്ല, ഒരതിരുവരം വിടുക. നമ്മളെ നശിപ്പിക്കാൻ ചെന്ന് നിന്ന് കൊടുക്കാതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് മാനം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന് കാഴ്ച വെച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് വല്ല MDMO വല്ല കഞ്ചാവോ അടിച്ച് ആ ബോധം അങ്ങ് പോകുമ്പോ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. അത് കഴിയുമ്പോഴാണ് കുറ്റബോധം. പിന്നെ പയ്യന്മാര് തെറ്റുകാരായി. ചെന്നിട്ടല്ലേ, അവരെ വിളിച്ചെടുത്ത് പോയിട്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതിനെന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? എനിക്ക് ഈ കാര്യത്തിനോട് ഒട്ടും യോജിപ്പില്ല. എനിക്ക് ഈ പെമ്പിള്ളാരോട് അവരൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. ഇവരെ കാറി കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ച് എടുത്ത് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി എതിർക്കുന്നത്. ഇത് അതല്ല സംഭവിച്ചിരുന്നത്. ഇവർ പോയി ചെന്നതാണ് അവന്മാരെ കാണാൻ വേണ്ടി അവരെ താവളത്ത്.
രാത്രി വീട്ടുകാരോട് ഹോസ്റ്റലിൽ കള്ളവും പറഞ്ഞിട്ട് ഇപ്പൊ ഇവിളൊക്കെ അനുഭവിക്കണം. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വാർഡന് വിളിച്ച് അന്വേഷിക്കാം, സ്കൂളിൽ പോയി തിരക്കാം. ഒരുപാട് പിള്ളേരുകൾ കള്ളവും കവടവും പറഞ്ഞിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നുണ്ടോ, നമ്മളെ മക്കള് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വഴിയിലാണോ പോകുന്നതെന്ന് അന്വേഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോ ഇതില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ.